നമസ്കാരം. നിങ്ങളെ വീട്ടിൽ കയറ്റുമോ ലാലേട്ട? അത് അക്ബർ നിങ്ങളെ വീട്ടിൽ കയറ്റുമോ ലാലേട്ട? അത് അക്ബർ നിങ്ങളെ വീട്ടിൽ കയറ്റുമോ? ഇല്ല. ലാലേട്ട ഇതേപോലെ തേഞ്ഞൊട്ടിക്കുന്ന ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. തീർന്നു, അതോടുകൂടി തീർന്നു. അതാണ് നിലപാടെന്ന് പറയുന്നത്. അവരൊരു കാര്യം പറഞ്ഞു, അതിലവർ ഉറച്ചു നിന്നു. സർവ പവറോടുകൂടി സർവശക്തൻ എന്ന രീതിയിൽ മോഹൻലാൽ വന്നു, ചോദിച്ചു. എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിച്ചു. എല്ലാ ക്യാമറ കണ്ണുകളും അവരെ പൊതിഞ്ഞു. അപ്പോഴൊരൊറ്റ നിലപാടേ പറഞ്ഞത്, അവരെ നിലപാട് കേട്ടില്ല. അതോടുകൂടി കഴിഞ്ഞു. മല പോലെ വന്നത് എലി പോലെ പോയി. ബിഗ് ബോസ് സീസൺ 7 സത്യത്തിൽ നിലപാടുള്ള ഒരേ ഒരു വ്യക്തിയുള്ളൂ, അത് ലക്ഷ്മിയാണ്. അവർ പറയുന്നത് അവർ ചെയ്തിരിക്കും. അവർ പറയുന്ന കാര്യത്തിൽ അവർ ഉറച്ചു നിന്നിരിക്കും. അത് ഞാൻ ആര് വന്നാലും, ദൈവം തമ്പുരാൻ വന്ന് ചോദിച്ചാലും അവർ പറഞ്ഞതിൽ ഉറച്ചു നിന്നിരിക്കും. അതാണ് നിലപാട്. അതാണ് പെൺകുട്ടി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഒറ്റ ദിവസം കൊണ്ട് കീഴ്മേൽ മറിഞ്ഞു വോട്ടുകൾ. മിക്കവാറും അനീഷിനെയും അനുവിനെയൊക്കെ പിന്തള്ളി ലക്ഷ്മി മുന്നിലെത്തി കാണും ഇപ്പോൾ തന്നെ. പക്ഷേ ലക്ഷ്മി വിന്നറാകുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. കാരണം ടോപ്പ് 5 എന്തായാലും ലക്ഷ്മി ഉണ്ടാകും. പക്ഷേ വിന്നറിനെയൊക്കെ ഏഷ്യാനെറ്റ് ബിഗ് ബോസൊക്കെ എപ്പോഴേ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊന്നും നമുക്കൊരു ഉറപ്പുമില്ല. പക്ഷേ പെൺകുട്ടിയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ അക്ബറിൻ്റെ കൂടെ ചോദിക്കുന്ന കേട്ട്, അക്ബറെ നിങ്ങളെന്താ ഒന്നും പ്രതികരിക്കായിരുന്നു? അപ്പോഴാണ് അക്ബർ, എന്താ ലാലേട്ട, എന്താ ഇതിൻ്റെ കൂടെയൊക്കെ പറയുക? ഞാനിപ്പോൾ ഇടയ്ക്ക് കൂടെ കയറി നോക്കും അതിനകത്ത്. അപ്പോൾ ഈ പന്നിക്കൂട്ടങ്ങൾ കിടന്ന് അടികൂടുന്നതിനൊക്കെ ആ കിച്ചണിൽ കിടന്ന് കലപില എന്താ സംസാരങ്ങൾ, എന്താ വാഗ്വാദങ്ങൾ, എന്താ എനർജി. ഒരൊറ്റ എണ്ണത്തിന് നിലപാടില്ല. അനീഷ് കുഴപ്പമില്ല, ഷാനവാസും പ്രശ്നമില്ല, ഒരുവിധം തട്ടി ടോപ്പ് 5 വരും. പക്ഷേ ബാക്കിയുള്ള എല്ലാം വേസ്റ്റുകളാണ്. ഉള്ള കാര്യം പറയാമല്ല. ഇന്നലെ 3-4 ഗസ്റ്റ് വന്നു. ആ ശോഭയ്ക്കൊന്നും ഒരു മാറ്റമില്ല കേട്ടോ, ഒരു മാറ്റമില്ല. അതേ കണക്ക് തന്നെ. അഖിൽമാരാർ വന്നു. എന്ത് നീറ്റായിട്ട് അവൻ്റെ ഒരു ഫിലിമിൻ്റെ ബന്ധപ്പെട്ട ഒരു പ്രൊമോഷൻ വന്നതാണ്. എന്നാലും കുറച്ച് നേരം വന്ന് കാര്യങ്ങൾ ക്ലിയറായി സംസാരിച്ച് എല്ലാവരെയും ഒരേപോലെ സമീപിച്ച് അവൻ തിരിച്ചു പോയി. റിയാസൊക്കെ വന്ന് എന്താ കാഴ്ചവെച്ചത്? റിയാസ് ഇപ്പം അങ്ങ് എല്ലാം കൂടെ അങ്ങ് ഒതുക്കി തീർക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. എൻ്റെ പൊന്നെ, റിയാസ് ഓടിയ ഓട്ടത്തിന് ഒരു കൈ കണക്കില്ല കേട്ടോ. നല്ല രീതി കിട്ടി. അതിന് ഞാൻ ഷാനവാസിനൊരു പ്രത്യേക അഭിനന്ദനം പറയും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ലക്ഷ്മിയുടെ ഇനി